അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ റേഷ്യോ ക്ലാസിഫിക്കേഷനിൽ വരുന്ന രണ്ടാമത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സോൾവൻസി റേഷ്യോസ് അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോസ് എന്നതിലെ സ്ട്രക്ചറൽ റേഷ്യോസിൻ്റെ അണ്ടറിൽ വരുന്ന ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Leverage ratios or solvency ratios. Leverage or solvency refers to the ability of a firm to pay its outside liabilities, both short term and long term. ഒരു ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേമും ലോങ് ടേമും ആയിട്ടുള്ള ഔട്ട്സൈഡ് ലാബിലിറ്റീസ് കൊടുത്തു വിട്ടാനുള്ള കഴിവിനെയാണ്, എബിലിറ്റിയെയാണ് നമ്മൾ സോൾവൻസി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്ന ഒരു പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഷോർട്ട് ടേം സോൾവൻസി ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്നാൽ ജനറലി ലോങ് ടേം സോൾവൻസി എന്നുള്ളതിനെയാണ് നമ്മൾ സോൾവൻസി എന്നതുകൊണ്ട് പൊതുവെ അറിയപ്പെടുന്നത്. ഷോർട്ട് ടേം സോൾവൻസിയെ ഷോർട്ട് ടേം സോൾവൻസി എന്ന് തന്നെയാണ് പറയുക, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്നാണ് അതിനെ അറിയപ്പെടുക. ഓക്കെ, ലോങ് ടേം സോൾവൻസിയെ നമ്മൾ ഷോർട്ടായിട്ട് സോൾവൻസി റേഷ്യോസ് എന്നും പറയും. അപ്പോൾ ലോങ് ടേം സോൾവൻസി ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് ലോങ് ടേം സോൾവൻസി ജനറലി റെഫേഴ്സ് ടു ദി കപ്പാസിറ്റി ഓർ എബിലിറ്റി ഓഫ് എ ഫേം ടു റീപേ ദി ലോങ് ടേം ലാബിലിറ്റീസ്. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ലാബിലിറ്റീസ് കൊടുത്ത് വീട്ടാനുള്ള കഴിവിനെ എന്ത് പറയും? ഇവിടെ ലോങ് ടേം സോൾവൻസി എന്ന് പറയും. ഓക്കെ, അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ ദം റെഗുലർലി. ഇൻട്രസ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? അതിനെ റെഗുലറായിട്ട് കൊടുത്തു വിട്ടാനുള്ള കഴിവിനെയാണ്, ലോങ് ടേം ലാബിലിറ്റി കൊടുത്തു വിട്ടാനുള്ള കഴിവിനെയാണ് നമ്മളിവിടെ ലോങ് ടേം സോൾവൻസി എന്ന് പറയുന്നത്. അതായത് ലോങ് ടേം ലാബിലിറ്റീസിൽ എന്തൊക്കെ വരും? ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോങ് ടേം ലാബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോങ് ടേം സോൾവൻസി ആണ് സോൾവൻസി അല്ലെങ്കിൽ ലിവറേജ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സോൾവൻസി അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോസ് ആർ യൂസ്ഡ് ടു അനലൈസ് ദി ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ഒരു ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിവറേജ് റേഷ്യോസ് അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹിയർ സോൾവൻസി അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോസ് ഇൻക്ലൂഡ് ടു മെയിൻ റേഷ്യോസ്, ദാറ്റ് ഈസ് സ്ട്രക്ചറൽ റേഷ്യോസ് ഓർ കവറേജ് റേഷ്യോസ്. സോൾവൻസി റേഷ്യോ അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോ വീണ്ടും രണ്ട് മെയിൻ ക്ലാസിഫിക്കേഷൻ, ബ്രോഡ് ക്ലാസിഫിക്കേഷൻ നടത്തുവാൻ സാധിക്കും. സ്ട്രക്ചറൽ റേഷ്യോസ് എന്നും കവറേജ് റേഷ്യോസും എന്നുമായിട്ട്. ഓക്കെ, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. ആദ്യം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോസിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ലിവറേജ് റേഷ്യോസ് അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോസ് രണ്ട് രീതിയിൽ വരാമെന്ന് പറഞ്ഞു. സ്ട്രക്ചറൽ റേഷ്യോസും മറ്റൊന്ന് എന്താണ്, കവറേജ് റേഷ്യോസുമാണ് വരുന്നത്. സ്ട്രക്ചറൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് ഐറ്റംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ കവറേജ് റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോസ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. അതായത് സ്ട്രക്ചറൽ റേഷ്യോസ് മെഷേഴ്സ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഫിനാൻസിങ് ഇൻ എ ഫേം. ഒരു ഓർഗനൈസേഷനിലെ ഡെപ്റ്റ് ഫിനാൻസിങ്ങിനെ കുറിച്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദീസ് ആർ യൂസ്ഡ് ടു അനലൈസ് ദി ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചറൽ റേഷ്യോസ് ആറ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, സോൾവൻസി റേഷ്യോ. ഇതൊക്കെ എന്താണ്, ഈ ഒരു സ്ട്രക്ചറൽ റേഷ്യോസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ദീസ് റേഷ്യോസ് ആർ ഓൾസോ കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ. ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ. ഇനി സ്ട്രക്ചറൽ റേഷ്യോസിൽ വരുന്ന ഒന്നാമത്തെ റേഷ്യോ ആണ്, ഫസ്റ്റ് വൺ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. debt equity ratio. Debt equity ratio shows the relationship between debt and equity, that is external equity and internal equity. Okay, it shows the relationship between debt and equity. Okay,
സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ എന്നും ഇതിനെ അറിയപ്പെടും. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സംടൈംസ് റെഫേർഡ് ടു ആസ് സെക്യൂരിറ്റി റേഷ്യോ. സെക്യൂരിറ്റി റേഷ്യോ എന്നും ഇതിനെ അറിയപ്പെടും. അതായത് ഇവിടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ രണ്ട് രീതിയിൽ വരാം. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും വരാം, ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും വരാം. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ലോങ് ടേം ഇക്വിറ്റി റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ലോങ് ടേം ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഹിയർ ലോങ് ടേം ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു ഡിബെഞ്ചേഴ്സ് പ്ലസ് മോർഗേജസ് പ്ലസ് ഓൾ ലോങ് ടേം ലോൺസ്. എല്ലാ ലോങ് ടേം ലോൺസ് ഡിബെഞ്ചേഴ്സും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ഡെപ്റ്റിനെ കിട്ടും. ഓക്കെ, ഇനി ഇക്വിറ്റി ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ് ആൻഡ് സർപ്ലസ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും എല്ലാ റിസർവും സർപ്ലസും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്നൊക്കെ പറയുന്നത്. ഇക്വിറ്റിയെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയാം, നെറ്റ് വർത്ത് എന്നും പറയാം. ഓക്കെ, ഇനി ഈ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ തന്നെ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും വരാം, അല്ലെങ്കിൽ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും വരാമെന്ന് പറഞ്ഞു. ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റിയാണ്. ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റിയാണ്. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഡെപ്റ്റിൻ്റെ കൂടെ ഷോർട്ട് ടേം ഡെപ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മൊത്തം ഡെപ്റ്റ്. ഷോർട്ട് ടേമും വരും ലോങ് ടേമും വരും, അതാണ് ടോട്ടൽ എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ് സ്റ്റാൻഡേർഡ് റേഷ്യോ. എന്നാൽ ചിലർ 2:1 ആണെന്നും പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് റേഷ്യോ 1:1 ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണെങ്കിൽ അവിടെ 1:1ഉം പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് ആണെങ്കിൽ അവിടെ 2:1ഉമാണ് അതിൻ്റെ എന്ത് വരുന്നത്, സ്റ്റാൻഡേർഡ് റേഷ്യോ അല്ലെങ്കിൽ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് സെക്ടറിൽ 1:1, പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ 2:1. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.